എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളുടെ സനക്കുട്ടി അവളുടെ പതിവ് റുട്ടീനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഹെൽമെറ്റ് എടുത്തോണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിസാറിക്ക തിരക്കായത് കാരണം ഇവളെ കറക്കാൻ കൊണ്ടുപോലൊന്നും നടക്കുന്നില്ലേ. അതുകൊണ്ട് ഇവള് നിസാറിക്ക പള്ളിയിൽ നിന്ന് വരുന്ന ടൈം നോക്കി ഹെൽമെറ്റ് ഒക്കെ ഇവിടെ ടീപ്പോയുടെ മുകളിൽ വെച്ച് റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തായാലും നിസാറിക്കക്ക് പറ്റത്തില്ലല്ലോ. ചെരുപ്പിട്ടിട്ടില്ല. ഇടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിന് ചെരുപ്പിടുമ്പം ബൈക്കില് അല്ലേ പാട്. നീ ഇങ്ങനെ ഇടുന്ന ഒരു സ്ട്രാപ്പ് ഉണ്ടെന്ന് ടാറ്റാ ടാറ്റാ ടാറ്റാ. ടാറ്റാ ടാറ്റാ. മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ അടുത്ത് വട്ടം ചുറ്റിയിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. എല്ലായിടവും കറങ്ങി ലാസ്റ്റ് മാത്രം ഇവിടെ വീടിന്റെ ചുറ്റുവട്ടത്ത് കറക്കാനേ ഉള്ള സമ്മതിക്കത്തുള്ളൂ. എല്ലാ ആക്ഷൻ കൊണ്ട് കാണിച്ചും പറഞ്ഞും ഒക്കെയാണ് ചെയ്യണത്. പക്ഷെ തിരിച്ചു വരുമ്പം പോകുന്ന സന്തോഷമൊന്നും ഉള്ളിൽ കാണൂലേ. ഈ സനക്കുട്ടിക്ക് എപ്പോഴുള്ളതാണേ. അങ്ങോട്ട് പോകുമ്പോ ഉള്ള പ്രസന്നത തിരിച്ചു വരുമ്പോ കാണിക്കാറില്ല. ആണോ ആണോ ആണോടാ. ക്ലിപ്പൊക്കെ ഊരിപ്പോയിരുന്നു കണ്ട. മുഖത്ത് യാതൊരു തെളിച്ചവും ഇല്ല. ബൈക്കിലൊക്കെ കറങ്ങി കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇറങ്ങത്തേയില്ല അതിന്നേട്ടാ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് അതിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണ് പതിവ്. അപ്പം സാറൊക്കെ പറയുന്നുണ്ട് ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോഴേക്ക് അവളിങ്ങനെ ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അവളുടെ ഈ ഹെൽമെറ്റ് എടുത്തിട്ട് അകത്ത് കൊണ്ടുപോകാനൊക്കെയാണ് ആക്ഷൻ കാണിക്കുന്നത് കേട്ടോ. വേണ്ട, ഇറങ്ങാതെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ നിർബന്ധിപ്പിച്ചൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഇറക്കണതേ. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയാക്കണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വറുത്ത റവയും 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദാമാവും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ചെറിയ ജീരകവും ചില്ലി ഫ്ലേക്സും പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ വീതം സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് 4.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. പച്ചവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നല്ല ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ. പിന്നെ ഒരു വിസ്ക് കൊണ്ട് നമുക്ക് കട്ടയില്ലാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഇത് കട്ടിയായിട്ട് തോന്നാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം വറുത്ത അരിപ്പൊടിയൊക്കെ ഓരോരുത്തർ എടുക്കുന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ. മാവ് റെസ്റ്റ് ചെയ്യുന്ന നേരം നമുക്ക് ഇതിന്റെ ചട്നി തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടീസ്പൂൺ പൊട്ടുകടലയും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു 5-6 ചുവന്നുള്ളിയും കൂടി നമുക്ക് അരിഞ്ഞതും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 വറ്റൽമുളക്, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടിയും ഉപ്പും ചേർത്തിളക്കാം. ഇനി നല്ലതുപോലെ ആ ഒരു പച്ച ചുവ മാറിക്കിട്ടണം. അതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ 3 തക്കാളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പൊ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കൈപ്പിടി കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഇതൊരു കുറച്ച് തണുപ്പേ ആയിട്ടുള്ളൂ. നിങ്ങൾ അരയ്ക്കുമ്പം അത് വെരി കെയർഫുൾ ആയിട്ട് തണുത്ത ശേഷം അരച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാവ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മാവ് ഞാൻ എന്താ വിസ്ക് കൊണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കാരണം ഈ മാവ് അരിപ്പൊടി ചേർത്തോണ്ട് അടിയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു വെറൈറ്റി ആയിട്ട് നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അത് ചേർക്കാതെയും ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു കട്ടി മതിയാവും. ഒരുപാട് അങ്ങ് ലൂസാവേം വേണ്ട, ഒരുപാട് തിക്കാവേം വേണ്ടേ. അതിൻ്റെ മീതെ ഇതുപോലെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേഗം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം വെന്ത് വരുമ്പോഴേക്ക് നമുക്കിനിയിപ്പം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് വെന്ത് കിട്ടും. ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ രാവിലെ ധൃതി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മാവൊന്നും ആട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാല നീർദോശയാണ് കേട്ടോ.
എല്ലാവരും നീർദോശയൊക്കെ ഉണ്ടാക്കുമായിരിക്കും. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ ഞാൻ ഈ നീർദോശ റെഡിയാക്കിയത്. നല്ല ടേസ്റ്റാണ്. കറിയുടെ ഒന്നും ആവശ്യം പോലും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു നീർദോശയ്ക്ക്. അത്ര ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൽ ഓൾറെഡി എല്ലാ മസാലകളും ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. ഇതും ചട്നിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് കൂടി പറയണേ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. Sana? Va, pupù. Ibu no? Ibu. നൂല അത് കുഴപ്പമില്ല. ഒന്ന് ആക്കളാം. എന്താ ഈ പൂ വേണോ? ഈ പൂ വേണ്ടേ? ഈ പൂ പിടിച്ച് നോക്ക്. ഈ പൂ പിടിച്ച് നോക്ക്. മണപ്പിച്ച് നോക്ക്. ഇത് മണപ്പിച്ച് നോക്കണേ. പറിക്കണ്ട, മണപ്പിച്ചാ മതി. പോയില്ലേ അത് ചാരിക്കാതെ താറഴിക്ക. ഇതിനിടയിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് തയ്യാറാക്കാമെന്ന്. പ്രഷർ കുക്കറിലേക്ക് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ച് 1 ടീസ്പൂൺ നെയ്യും പാകത്തിനുള്ള ഉപ്പും പകുതി സവാള അരിഞ്ഞത്, പിന്നെ നമുക്ക് 2 നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം തൊണ്ടമുളകാണ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കൈപ്പിടി, അതായത് 1 കൈപ്പിടി കറിവേപ്പിലയും, പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം വെള്ളത്തിൽ തന്നെ ഇടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ടുണ്ടേ. കാരണം ചോറിന് നല്ല ഒരു കളർ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക്. പിന്നെ നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലും സിമ്പിളായിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അത്ര സിമ്പിളാണ് കേട്ടോ. ഇപ്പം ഈ നെയ്ച്ചോറ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കണത് കാണിക്കണമെന്ന് വെച്ചാൽ റിച്ചുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. റിച്ചുവിനാണ് ഈ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടി. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവേ. അപ്പം ഞാൻ പറയാം ഇന്ന വീഡിയോ നീ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കണത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിലേ, 1 വിസിൽ കേട്ട് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സ്റ്റീം പോയ ശേഷം മാത്രമേ നമ്മൾ കുക്കർ തുറക്കാവൂ. 2 വിസിലൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇപ്പം കറക്റ്റ് പരുവത്തിന് ചോറ് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ അതാ കണ്ട ഒട്ടിപ്പിടിക്കുകയോ അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിലും നെയ്ച്ചോറ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ലെയർ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്. ഇതിന് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കടുകും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകും, പിന്നെ നമുക്ക് ചെറിയ ഒരു സവാള അരിഞ്ഞത്, പിന്നെ 8-10 വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഞാനിവിടെ 1 തക്കാളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. തീരെ ചെറുതാണെങ്കിൽ 2 ചേർത്തോളൂ. എന്നിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച, അതായത് മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കായപ്പൊടിയുടെ മണം ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കായപ്പൊടി ചേർക്കുന്നില്ലേ. പിന്നെ കഴുകി വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മൂങ് ദാൽ ഉണ്ടെങ്കിൽ ആ മൂങ് ദാലും നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് ഈ സാമ്പാർ പരിപ്പിന് പകരം ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പം നമ്മളതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം കുറച്ചധികം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആയിപ്പോരുത്. ഈ പരിപ്പ് വേകാൻ പാകത്തിന്, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നവരല്ലേ. അപ്പം ഇതാ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 6 വിസിൽ വരെ ഞാനിതൊന്ന് വേവിച്ചെടുക്കണേ. 6 വിസിൽ കേട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സ്റ്റീം പോയ ശേഷം മാത്രമേ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. അപ്പോഴേക്ക് ഇതാ നമ്മളുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബോയിലായിരിക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ.
നല്ല ടേസ്റ്റുള്ള വെറൈറ്റി, അതായത് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. നെയ്ച്ചോറിനൊക്കെ അടിപൊളിയാണ്. എപ്പോഴും നമ്മൾ നെയ്ച്ചോറിൻ്റെ ഒപ്പം മട്ടനും ചിക്കനും ഒക്കെ കഴിക്കുന്നതിൽ നിന്നും ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കുറച്ച് മല്ലിയിലോടി ഇതുപോലെ ഒന്ന് തൂവിയെടുക്കാം. ഇനി നിങ്ങൾക്ക് നെയ്യ് 1 ടീസ്പൂൺ ഇതിൽ ചേർക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണേ. ടാറ്റ പോണ അപ്പയെ ബൊമ്മ കാണിച്ചു തന്നില്ല, പുതിയ ബൊമ്മ കാണിച്ചു തന്നാ. എനിക്ക് വയ്യ വെളിയിൽ പോകുന്നിടത്ത് കേട്ടാ വന്ന് ക്യാമറ എടുത്ത് വെച്ചോണ്ട് പോണേ. എവിടെ നോക്കട്ടെ നോക്കട്ടെ. ഓ കണ്ട ദത്ത വാങ്ങിച്ച ക്യാമറ കൊണ്ട് ആള് പുറത്തു കൊണ്ടോ. അങ്ങനെ സനക്കുട്ടി റെഡിയായി ഇറങ്ങിയിരിക്കാണ്. പിന്നെ ഈ ചെരുപ്പിടുമ്പോഴൊക്കെ ആണെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ചെരുപ്പ് ഇടത്തുള്ളൂ കേട്ടോ. അവൾ ആ ജനലിന്റെ താഴെയാണ് അവളുടെ ചെരുപ്പുകൾ കൊണ്ടുവെക്കണം. ഞാൻ ഷെൽഫിലേക്ക് എടുത്തു വെച്ചാലും അതൊന്നും അവൾക്ക് പറ്റത്തില്ല. പിന്നെ എന്ത് ഡോള് കിട്ടിയാലും അവളുടെ കയ്യിൽ പിടിക്കാൻ ഉള്ളത് അവൾ തന്നെ പോയി എടുത്തൊക്കെ കൊണ്ടുവരും കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. നമ്മളത് മാറ്റിയെടുക്കാന്ന് കരുതി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാകത്തില്ല. പിന്നെ നിസാറിക്ക് പറയും ചുമ്മാ ഇട്ട് കുഞ്ഞിനെ കരയിപ്പിക്കാതെ, അവൾ എന്താണോ പറയണത് അതങ്ങ് കൊടുത്തേക്കാൻ പറയും കേട്ടോ. കൊച്ചു കുഞ്ഞല്ലേ, വളർന്നു വരുമ്പോൾ നമുക്ക് പറഞ്ഞൊക്കെ തിരുത്തി കൊടുക്കാന്ന് പറയും. എന്നാലും ചില നിർബന്ധങ്ങൾ ഞാനങ്ങനെ സമ്മതിച്ചു കൊടുക്കാറില്ല കേട്ടാ. ക്യാമറയൊക്കെ തൂക്കി വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ടാണ് ക്യാമറ. നോക്കട്ടെ മോളെ ബൊമ്മ നോക്കട്ടെ. ബൊമ്മ വാപ്പൊന്ന് കാണിച്ചു കൊടുക്കാൻ. പിടിച്ചില്ല, അതിലെ വരില്ല, വലുതോ. അമേരിക്കന്നോ അവിടെ നിന്നാണ് സൽമാൻ. കൊമ്പ എനിക്കറിയില്ല ഇതെന്താണ് ഇതിന്റെ പേരൊന്ന്. എന്നാലും വെളിയിൽ പോണെന്ന് പറഞ്ഞ ഓടിച്ചെന്ന് ഞാൻ വിചാരിച്ച അടുത്ത് ഡോളം കണ്ടെടുക്കാൻ പോണെന്ന്. ക്യാമറ എടുത്ത് അങ്ങ് കഴുത്തിൽ അങ്ങ് ചാർത്തി ഇല്ലേട്ടാ ചക്കരെ. ഇനി ഓദിക്കേ. അങ്ങനെ നമ്മുടെ സുൽത്താൻ വാങ്ങിച്ചു കൊടുത്ത ക്യാമറ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സത്യം പറഞ്ഞ അവള് താഴെ വയ്ക്കൂല എന്ന് തന്നെ പറയാം കേട്ടാ. അപ്പൊ ഇപ്പം 2-3 കാര്യമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. 2-3 ദിവസം ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിസാറിക്കയുടെ റിസൾട്ട് കാണിച്ചു എന്തായി എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നിപ്പം ഡോക്ടർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോകണം. പിന്നെ 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു വഴിക്ക് ഇറങ്ങുമ്പം അത്യാവശ്യം വേണ്ടതല്ല ഞാനാണെങ്കിൽ ഓർത്ത് ചെയ്യാനുള്ള കാര്യമൊക്കെ എടുത്തു വെക്കും കേട്ടോ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ പിന്നെ അതിനായിട്ട് ഒരു ദിവസം ഇറങ്ങുക എന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പം ചൂട് തുടങ്ങുകയും ചെയ്തല്ലോ. വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ എന്തോ ഒരു ചൂടാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ചൂട് തുടങ്ങിയോ? ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. നേരം വിളിക്കുന്നത് പക്ഷെ താമസിച്ചാണ്. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് വന്നു. അപ്പം നിസാറിക്കയുടെ റിസൾട്ടൊക്കെ നോക്കിയ ശേഷം BP നോക്കുകയാണ് കേട്ടോ. നിസാറിക്കക്ക് അൽഹംദുലില്ലാ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ BP ഇല്ല കേട്ടാ. അങ്ങനെ ഇപ്പം ഡോക്ടറിനെ കണ്ട് മടങ്ങി. ഇതാരായിരിക്കുന്നേ? വാങ്ങയാണോ? പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നേ നിസാറിക്കയുടെ റിസൾട്ട് കൊടുത്തിട്ട് എന്തായി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഡോക്ടർ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് നമ്മൾ പോയി സ്കാൻ ചെയ്തതും എല്ലാം ഒക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്തതൊക്കെ. പക്ഷെ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഡോക്ടർ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പം നിസാറിക്ക് തന്നെ ഡീറ്റെയിൽസ് നമ്മുടെ സ്കാൻ റിപ്പോർട്ടും യൂറിൻ കൾച്ചറും യൂറിൻ ടെസ്റ്റും ഒക്കെ നോക്കി. അതിലൊന്നും കുഴപ്പമില്ല. കിഡ്നിയൊക്കെ നല്ല ഫങ്ഷനിങ് ഒക്കെ ഉണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞു, മെഡിക്കൽ റിപ്പോർട്ട് ഇവിടെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് വേറെ ലാബില് മെയിൻ ആയിട്ട് ചെയ്ത സംഭവം കൊണ്ടുവന്നു. ഞാന് ഫോണിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. അത് ഇല്ല. അത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു 1 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ ബ്ലഡ് ടെസ്റ്റ് മാത്രം. ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഞാനത് വാട്സപ്പ് ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നിസാറിക്ക് പറഞ്ഞു ഞാൻ എന്തായാലും 1 മാസം എക്സർസൈസും ഒക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞു. സർക്കാരും മെഡിസിൻ ഒന്നും എഴുതിയില്ല. കാരണം എനിക്ക് മെഡിസിൻ കഴിക്കാൻ വയ്യ. അസുഖം വന്നാൽ നമ്മൾ കഴിച്ചേ പറ്റൂ.
അപ്പൊ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? എല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ല, ഷുഗർ ഒക്കെ ഉള്ളവര് കൺട്രോൾ ചെയ്യണം. അത് നിസ്സാരമായിട്ട് എടുക്കല്ലേ. ഷുഗർ പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എല്ലാരും പറഞ്ഞ ഏത്തപ്പഴം കഴിക്കാം. ഇനിയിപ്പം ഡെയിലി ഒരു ഏത്തപ്പഴം രാവിലെ കഴിച്ചോണ്ടിരുന്ന ആളാണ്. ഏത്തപ്പഴം കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഏത്തപ്പഴത്തിൽ ഷുഗറിന്റെ ഇതുണ്ടെന്നാണ് പറയുന്നത് കേട്ടാ. ഷുഗർ ഉണ്ടെന്നാണ്. അപ്പൊ അതൊക്കെ കുറച്ച് നിൽക്കുമ്പോ, അല്ലാതെ നിസ്സാറിക്ക് അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളൊന്നും അല്ല. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2-3 കാര്യമായിട്ടാണ് വന്നതെന്ന്. അപ്പൊ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ തന്നെയാണ്. ഞാൻ ഡ്രസ്സ് പലരും എൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ എവിടെയാണ് തയ്പ്പിക്കുന്നത്, ഇത്ര റെഡിമെയ്ഡ് എടുക്കുവാണോന്ന്. എനിക്ക് ഷബിനയുടെ അവിടെ തയ്ച്ചാൽ മാത്രമേ ശരിയാകത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ മണക്കാടുള്ള ശബനം ബ്യൂട്ടിക്കിലാണ് തയ്ക്കുന്നത്. അപ്പം എനിക്ക് അവർ തയ്ച്ചു കഴിഞ്ഞാൽ മാത്രമേ പെർഫെക്റ്റ് ആകത്തുള്ളൂ. അപ്പം വേറൊരു മാസ്റ്ററിനെ അവളെ എടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം എൻ്റെ തുണിയൊക്കെ കൊണ്ട് ഞാൻ വന്നതാണേ. ജസ്റ്റ് തുണി കൊടുത്തു തിരിച്ചു പോന്നു. കാരണം എൻ്റെ മെഷർമെൻ്റ് ഒക്കെ അവിടെ കാണാപ്പാടമാണ് അവർക്ക്. അപ്പോൾ പിന്നെ എനിക്ക് താമസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും നിസാറിക്കടുത്ത് പറഞ്ഞ് ജസ്റ്റ് എനിക്കതങ്ങ് കൊടുത്താൽ മാത്രം മതി എന്നുള്ളത്. അപ്പോൾ എന്താ ഇവിടെ ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് വരാനൊക്കെയാണ് പാട്. അതുപോലെ തന്നെ ഈ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും ഇവിടെയൊക്കെ എന്തോ ഒരു റഷാണെന്നറിയാവോ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊന്നും ഇവിടെ നിന്ന് എടുക്കാനേ പറ്റത്തില്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളിതാ ഒരു ഷോപ്പിലേക്ക് വന്നു. അപ്പം നിസാർക്ക് നേരത്തെ പറഞ്ഞു കേട്ടോ, സനക്കുട്ടിക്ക് എന്തെങ്കിലും നല്ല ഡ്രസ്സൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞു. ഇപ്പം കുറേ നാളായി കേട്ടോ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കാരണം ഓരോരോ തിരക്കുകൾ തന്നെയാണ്. സത്യം പറഞ്ഞ് 24 മണിക്കൂർ നമുക്ക് തികയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അങ്ങനെ സനക്കുട്ടി ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഈ സനക്കുട്ടിക്കുള്ള ഒരു കുഴപ്പം എന്തറിയോ, അവൾക്ക് ഇഷ്ടപ്പെട്ടതേ അവൾ എടുക്കത്തുള്ളൂ കേട്ടാ. ഇപ്പൊ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം സനക്കുട്ടി ഇടണം എന്നൊന്നുമില്ല. അപ്പൊ അവിടെ കണ്ട ഡോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കാനേട്ടാ. മുൻപൊക്കെ ഈ കാറ് ജീപ്പ് ഇതിലൊക്കെ ആയിരുന്നു ഭ്രമം. ഇപ്പം ഇതുപോലെയുള്ള ഡോളിലായി. എനിക്ക് തോന്നുന്നു ആ ഒരു കളർ കോമ്പിനേഷൻ ഈ കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യിക്കുന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു മോൾക്ക് അത് വേണോന്ന് ചോദിച്ചപ്പോ അടുത്തൊരു യെല്ലോ ഡോൾ എടുത്ത് അതും കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കാനേ. സത്യം പറഞ്ഞാൽ അവൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ലേ ഏതെടുക്കണം എന്നുള്ളത്. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഇഷ്ടമുള്ളത് ഏതെന്ന് വെച്ചാൽ അവർ തന്നെ എടുക്കട്ടെ. അവരുടെ ഇഷ്ടങ്ങൾ വേണ്ടേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കാനായിട്ട്. അപ്പോൾ അവളിത് അത് 2 കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പിടിക്കാനാണ്. അപ്പം ഞാൻ ഇവിടെ ഇത് കണ്ടേ, ഇത് സനക്കുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നത് പോലുള്ള ചെറുതാണേ. അത് കാണിച്ചപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അവൾക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവളിങ്ങനെ നടന്നു തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇത്ര ഫ്രീ ആയിട്ട് അറിവോട് കൂടിയിട്ട് ഇവിടെയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കാണുമ്പോൾ ഭയങ്കര അമ്പരപ്പോട് കൂടിയാണ് എല്ലാം നോക്കുന്നതൊക്കെ. കൈ വിട്ട് കഴിഞ്ഞാൽ ആളങ്ങ് ഓടുകയും ചെയ്യും. ഇപ്പം ഞാൻ ഫാബിയോളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ നോക്കിക്കോ മോളെ, കൈ വിട്ട് കഴിഞ്ഞാൽ അവൾ എവിടെയെങ്കിലുമൊക്കെ പോകും എന്നുള്ളത്. കാരണം ഞാൻ കൈ പിടിക്കാൻ നോക്കിയിട്ടൊന്നും അവൾ എനിക്ക് കൈ തരുന്നുമില്ല. അപ്പം ഞാൻ ഒരു സൈഡിൽ എനിക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഉണ്ടോ എന്ന് എഴുതിയിട്ട് നോക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ ഒന്നും കിട്ടിയും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഫാബിമോളുടെ അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോഴേക്ക് അവൾക്കും ആ നോക്കിയതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കേട്ടാ. ജസ്റ്റ് ഇതുപോലെയൊക്കെ വരുമ്പോൾ നല്ലത് കണ്ടാൽ മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ സനക്കുട്ടിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതാ ഇപ്പം എടുത്തതേ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അതുപോലെ നമ്മളുടെ ഇന്നത്തെ 2 റെസിപ്പിയിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണം കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.